രാജകുമാരി, ഒട്ടും ഭയപ്പെടേണ്ട. ഞാനിതാ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ദേവിയുടെ സർവ്വ സന്ദേശങ്ങളും അറിയിച്ച് ദേവകീ നന്ദനനെ ഞാനിവിടെ കൊണ്ടുവരാം. കുട്ടി സമാധാനത്തോടെ ഇരിക്കൂ. ആ ശിശുപാലനും കൂട്ടരും മഞ്ഞളുരാഗി പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ആ ഭക്തവത്സലന്റെ മുഖാരവിന്ദം ഒന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കും സിദ്ധിക്കുമല്ലോ. അത് എന്റെയും ഒരു സുകൃതം തന്നെയാണ്. വൈദർഭിയെ ഈ വിധം സാന്ത്വനപ്പെടുത്തി അന്തണ സത്തമൻ അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു. അവിടെ എത്തി അളിവർണ്ണനെ കണ്ട് രുക്മിണിയുടെ ദയനീയ സ്ഥിതിയെയും സന്ദേശ വിവരങ്ങളെയും വിശദമായി ധരിപ്പിച്ചു. ആ കന്യകാമണിയിൽ നേരത്തെ തന്നെ അനുരക്തനായിരുന്ന കാർമുകിൽ വർണ്ണൻ തൽക്ഷണം തന്നെ ആയുധസമേതനായി ആരണേന്ദ്രനും ഒരുമിച്ച് വിദർഭ രാജധാനിയായ കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു. അന്ന് രാത്രി തന്നെ അവർ അവിടെ എത്തി. കൃപാനിധേ, നിന്തിരുവടി എന്നെ രക്ഷിക്കണം എന്ന് രുക്മിണി പറഞ്ഞതായി ബ്രാഹ്മണൻ 3-4 തവണ ഭഗവാന്റെ ഹൃദയം ആർദ്രമാകുമാറ് ആവർത്തിച്ചുരുവിട്ടു. ഭീഷ്മകന്റെ ആതിഥ്യം സ്വീകരിച്ച് ആനന്ദമൂർത്തി കൃഷ്ണൻ ആ രാത്രി അവിടെ ഒരു മന്ദിരത്തിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പ്രഭാതത്തിലാണ് വിവാഹം.